ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളിയായിട്ടുള്ള റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡ്രീം കേക്കിൻ്റെ കൂടെ തന്നെ ഒരു പുതിയ ഐറ്റം കൂടി ട്രെൻഡായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹണി സ്പെഷ്യൽ കേക്ക് ഇപ്പോൾ ന്യൂ ഐറ്റം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരാണ് ചോക്കോവാൾ. അപ്പോൾ ഈ ഒരു ചോക്കോവാളിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ ഷെയർ ചെയ്യണത്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യുന്നതിൻ്റെ മുന്നേ അതൊന്ന് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് അറിയാമെന്ന് വെച്ചിട്ട് ഒരെണ്ണം ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കോട്ടക്കൽ ഷോറൂമിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ 750 ഗ്രാമിൻ്റെതാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ചോക്ലേറ്റ് ലവേഴ്സിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ അത്രയും റിച്ച് ആയിട്ടാണ് കേട്ടോ ചോക്ലേറ്റ് കൊടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ്, നല്ല അടിപൊളിയായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് ജസ്റ്റ് നമ്മളിങ്ങനെ കഴിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. 1200 രൂപ കേട്ടോ ഈ ഒരു ബോക്സിന് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് കാരമലാണ്. അപ്പോൾ കാരമൽ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണ് ഷുഗറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് അതൊന്ന് മെൽട്ടായി വന്നതിൻ്റെ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുത്തു. പിന്നെ അത് മെൽട്ടായതിൻ്റെ ശേഷം 2 ടേബിൾ സ്പൂൺ തന്നെ വിപ്പിംഗ് ക്രീമും ചേർത്തു. പിന്നെ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ആയതിൻ്റെ ശേഷം 3 ടേബിൾ സ്പൂണ് ഹോട്ട് വാട്ടർ കൂടി ചേർത്തിട്ടാണ് ഈ ഒരു കാരമൽ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇത് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യണം, കാരണം ഇത് ഒന്ന് ഇരുന്ന് ചൂടാറിയിട്ട് ഒന്നുകൂടി തിക്കായി വരാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ 1/4 കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, 2 ടേബിൾ സ്പൂൺ മാത്രമേ ഈ ഒരു കാരമൽ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഗണേശ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഗണേശ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി കുറച്ച് തിക്കായിട്ടുള്ളതാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 300 ഗ്രാം ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. വാനൂഡിൻ്റെ മിൽക്ക് കോമ്പൗണ്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബെൽജിയൻ ചോക്ലേറ്റ് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഒന്നുകൂടി ബെറ്റർ ആയിരിക്കുക. അപ്പോൾ അതിലേക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 300 ഗ്രാം ചോക്ലേറ്റിലേക്ക് 150 ഗ്രാം വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തു, 100 ഗ്രാം ബട്ടറും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് മെൽട്ടാക്കി എടുക്കാം. ഒന്നെങ്കിൽ ഓവണിനകത്ത് വെച്ച് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് മെൽട്ടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാക്കിയിട്ട് ഫുള്ളൊന്ന് മെൽട്ടായി വരട്ടെ. ഈ ബട്ടറും എല്ലാം ഒന്ന് മിക്സായിട്ട് ഒന്ന് മെൽട്ടായി വരണേ. ഇനി മെൽറ്റായിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റ് ഗണേശൻ ഞാൻ ഈ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഇതും കുറച്ച് നേരത്തെ ചെയ്ത് വെക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്, ഈ ചൂടാറിയിട്ട് ഒന്നുകൂടി തിക്കായി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് 2 ലെയറിലായിട്ടാണ് ഈ ഒരു ഗണേശ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഒരു ലെയറിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗണേശയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 200 ഗ്രാം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 100 ഗ്രാം വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടാറി വരുന്ന ആ ഒരു സമയത്താണ് ഇതിലേക്ക് കാരമൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ നിന്നും നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന 1/4 കപ്പിൽ നിന്നും 2 ടേബിൾ സ്പൂണാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഗണേശയിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കൂടുതലാവരുത്, അപ്പോൾ പിന്നെ ആ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവർ ആയിരിക്കും മുന്നിൽ നിൽക്കുക. അപ്പോൾ ഇത്രയും മതി കേട്ടോ, ഈ 2 ടേബിൾ സ്പൂൺ മതിയേ. ഇനി ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സിറപ്പെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ 2 ടൈപ്പ് സിറപ്പാണ് വേണ്ടത്. ഒന്ന് നോർമൽ സിറപ്പും പിന്നെ ഒന്ന് കോഫി സിറപ്പുമാണ് വേണ്ടത്. അപ്പോൾ കോഫി സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം 1 ടീസ്പൂൺ കോഫി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചൂടുള്ള ഷുഗർ സിറപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് ഈ കോഫി പൗഡർ മിക്സ് ആക്കിയിട്ട്, ചൂടുണ്ടെങ്കിൽ തന്നെ ഇത് മിക്സായി വരുള്ളൂ. അപ്പോൾ അതിനാണ് ചൂടുള്ള സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് മിക്സായി വന്നതിൻ്റെ ശേഷം ഇതിലേക്ക് 1.5 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക കേട്ടോ. മിഠായി മേറ്റ് ചേർത്താലും കുഴപ്പമില്ല. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു സിറപ്പ് വരുന്നത് ഈ ഒരു കോഫി സിറപ്പാണ് കേട്ടോ. ഇതിന് കുറച്ചുകൂടി സിറപ്പ് ചേർത്തിട്ട് ഒന്നും കൂടി ലൂസാക്കി എടുക്കുക കേട്ടോ. ഇത്ര തിക്കായിട്ട് വേണ്ട, ഒന്നും കൂടി ലൂസാക്കി എടുക്കാം. പിന്നെ നോർമൽ ഷുഗർ സിറപ്പാണ് ഫസ്റ്റ് ലെയറിലായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. ഇപ്പോൾ ഈ ഒരു സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെയും മാറ്റി വെക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലെയറിലായിട്ട് നമുക്ക് ഇതിലേക്ക് ഈ ഒരു ബിസ്ക്കറ്റാണ് ആവശ്യമുള്ളത്, ഇറ്റാലിയൻ ബിസ്ക്കറ്റ് കേട്ടോ. അപ്പോൾ ഇറ്റാലിയൻ ലേഡീസ് ഫിംഗറാണിത്. ഇത് ഒരു ഡിസേർട്ടായിട്ടുള്ള തിരാമിസു എല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ലേഡീസ് ഫിംഗറാണ് കേട്ടോ. അപ്പോൾ ഇത് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാം, അതുപോലെ ചില ഷോപ്പിലെല്ലാം വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതാണ് ലെയറിലായിട്ട് വരുന്ന ഈ ഒരു ഇറ്റാലിയൻ ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ ലെയറാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് സോക്ക് ചെയ്യണില്ല, ഡയറക്റ്റ് തന്നെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ.
ഇതിനെ നമ്മൾ സോക്ക് ചെയ്തിട്ടും എടുക്കാം, അല്ല ഇതുപോലെ വെച്ചിട്ട് പിന്നെ അതിനെ സോക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഇപ്പോൾ ഞാൻ ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്തിട്ട് പീസൊക്കെ ആക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നോർമൽ ഷുഗർ സിറപ്പ് വെച്ചിട്ടാണ് ഇതിനെ വെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ലോണം സോക്ക് ആവണമെന്നില്ല, എന്നാലും കുറച്ചൊക്കെ ഒന്ന് സോക്ക് ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ ഇതിനൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് സെക്കൻഡ് ലെയർ കൊടുക്കണം. അപ്പോൾ ഇത് പിന്നെ സെറ്റ് ആവാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നേരെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് സെക്കൻഡ് ലെയർ കൊടുക്കാം. അപ്പോൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഗണേശയാണ് ഇത്. അപ്പോൾ ഈ ഒരു ഗണേശ അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഈ ലെയറിലായിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചൊരു തിക്നെസ്സോട് കൂടിയിട്ട് തന്നെ വേണം ഈ ഒരു ലെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിനെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ലെവലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പീസാക്കിയിട്ട് നട്ട്സ് കൊടുക്കുന്നത് വാൾനട്ടാണ്. അപ്പോൾ മെയിനായിട്ട് ഇതിൽ യൂസ് ചെയ്യണത് വാൾനട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചോക്കോ ബാൾ എന്ന് പേര് വരാൻ കാരണം തന്നെ വാൾനട്ട് വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ലെയറിലായിട്ട് കുറച്ച് വാൾനട്ട് കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൈ വെച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്താൽ തന്നെ അത് പൊടിഞ്ഞു വരും, അല്ലെങ്കിൽ ചോപ്പറിലോ എങ്ങാനും ഇട്ടിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതും കൊടുത്തു. ഇനി അടുത്തതായിട്ട് നമ്മൾ തേർഡ് ലെയർ സെറ്റ് ചെയ്യണേ. അപ്പോൾ തേർഡ് ലെയർ ആയിട്ടും ഈ ഒരു ഇറ്റാലിയൻ ബിസ്ക്കറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ ഈ കോഫി സിറപ്പിലാണ് നമ്മൾ വെറ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ വെറ്റ് ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അതായത് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വെറ്റ് ആക്കിയെടുക്കുകയാണേ. ഫുള്ളായിട്ടൊന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്യാപ്പിലെല്ലാം ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഫുള്ളൊന്ന് ഫില്ലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പൊടിച്ചിട്ടൊക്കെ ഒന്ന് ഗ്യാപ്പെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ലെയറും മൂന്നാമത്തെ ലെയറും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നാലാമത്തെ ലെയറാണ് കേട്ടോ. നമ്മളിപ്പോൾ ഈ ചോക്ലേറ്റിൻ്റെ മുകളിൽ ഒന്ന് സെറ്റ് ആയതിൻ്റെ ശേഷം വേണം മൂന്നാമത്തെ ലെയർ കൊടുക്കാൻ കേട്ടോ. ഇനി നാലാമത്തെ ലെയർ പിന്നെ സെറ്റ് ആവേണ്ട ആവശ്യമില്ല, ഇതെല്ലാം ഒന്ന് സോക്കായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നാലാമത്തെ ലെയർ കൊടുത്തിട്ടുള്ള ബട്ടർ സ്കോച്ചും വൈറ്റ് ചോക്ലേറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ചോക്ലേറ്റ് ഗണേശയാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്, വൈറ്റ് ചോക്ലേറ്റ് ഗണേശ. എന്നിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ലെവലാക്കി കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു ലെയറും ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് സെറ്റാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ ഏറ്റവും ടോപ്പിലായിട്ടുള്ള ലെയർ ഗണേശാണ് വരുന്നത്, ചോക്ലേറ്റ്. അപ്പോൾ അതിന് ഒരു കോഫി ഫ്ലേവർ കൂടി നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ കുറച്ച് കോഫി പൗഡർ കൂടി എടുത്തിട്ട് സിറപ്പിനകത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മെൽറ്റാക്കി എടുക്കുക കോഫീനെ. എന്നിട്ട് ഈ ഒരു ബാക്കിയുള്ള ഗണേശയിലേക്ക് കുറച്ച് ചോക്ലേറ്റിൻ്റെ കോഫീൻ്റെ മിക്സ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ ഈ ഗണേശ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ കോഫി പൗഡർ ആഡ് ചെയ്യാം, പക്ഷേ 2 ലെയറിലേക്കുള്ള അത് ഒന്നിച്ച് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ സെപ്പറേറ്റ് ആക്കിയിട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സായി വന്നതിൻ്റെ ശേഷം നേരത്തെ ഫ്രിഡ്ജിൽ സെറ്റാകാൻ വേണ്ടി വെച്ചിട്ടുള്ള കേക്ക്, അത് ടിന്നിലുള്ളത് നന്നായിട്ട് തന്നെ സെറ്റായി വരും, കാരണം കുറച്ച് തിക്കായിട്ടുള്ള ഗണേശയായിരുന്നു. അപ്പോൾ അത് സെറ്റായതിൻ്റെ ശേഷം ഈ ഒരു ലെയർ കൂടി ഞാനിതിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കുറച്ചൊരു തിക്കായിട്ടുള്ള ലെയർ തന്നെയാണ് വരേണ്ടത്. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ലെവലാക്കി കൊടുക്കാം. പിന്നെ ഒന്ന് പുറത്ത് വെച്ചിട്ട് ഒന്ന് സെറ്റ് ആയതിൻ്റെ ശേഷം വേണം മുകൾ ഭാഗത്ത് നമുക്ക് ഇതിനെ ഒന്ന് റഫ് ഡിസൈൻ ആക്കിയിട്ട് എടുക്കാൻ. അപ്പോൾ ഇത് പുറത്ത് വെക്കണമെന്നില്ല, സമയം കുറവുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഫ്രീസറിൽ ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ടാണ് ഇപ്പോൾ മുകൾ ഭാഗം ഒന്ന് ഇതുപോലെ റഫാക്കിയിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു ചോക്കോബാളിൻ്റെ ടോപ്പ് ഭാഗം ഒരു റഫായിട്ടുള്ള ഡിസൈനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതേപോലെ വരാൻ വേണ്ടിയിട്ട് ഒന്ന് റഫാക്കി കൊടുത്തു. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ വാൾനട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാൾനട്ടിന് പകരം ഹെസൽനട്ട് ഒന്നും യൂസ് ചെയ്യരുത് കേട്ടോ. ഇതിൽ മെയിനായിട്ട് വാൾനട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ചില ഇതിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ബേബി കാഷ്യൂ ഇട്ടിട്ട് കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്കായിട്ട് കേട്ടോ. ബേബി കാഷ്യൂ ആണോ ഹെസൽനട്ട് ആണോ എന്ന് അറിയില്ല, രണ്ടും ഏകദേശം ഒരുപോലെ തോന്നുന്നുണ്ട് കണ്ടിട്ട് കേട്ടോ.
അപ്പോൾ ഇനി അതും കൂടി നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഹെസൽനട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിനിടക്കായിട്ട് തന്നെ കേട്ടോ. നമ്മൾ വാങ്ങിച്ചതിൽ കണ്ടാൽ മനസ്സിലാവും ചെറുതായിട്ട് ചെറിയ പീസായിട്ട് അതും കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ബേബി കാഷ്യൂ ആണോ ഹെസൽനട്ട് ആണോ എന്നുള്ളത് കഴിക്കുമ്പോൾ മനസ്സിലാവണില്ല കേട്ടോ. അപ്പോൾ 2 കൊടുത്താലും കുഴപ്പമില്ല. പിന്നെ അതാ ഈ ടിന്നിൻ്റെ മുകളിലൊക്കെ കുറച്ച് ഗണേശെല്ലാം ആയിട്ട് ഒന്ന് സൈഡിലെല്ലാം ആയിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് റെഡിയാക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഞാനിവിടെ ചോപ്പ് ചെയ്തിട്ടുള്ള ഹെസൽനട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബേബി കാഷ്യൂ ആണെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുകൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്രീസറിലോ ഫ്രിഡ്ജിലോ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക കേട്ടോ. ഫ്രിഡ്ജിലാണെങ്കിൽ 2 മണിക്കൂർ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കിയാൽ മതി. അപ്പോൾ ഒരു 2 ഹവേഴ്സിന് ശേഷമാണ് ഞാനിതിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് മുകൾ ഭാഗം എല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാക്സിമം നമുക്ക് കുറച്ചുകൂടി ടൈം എടുക്കുകയാണെങ്കിൽ അത്രയും നന്നായിട്ട് തന്നെ സെറ്റായി വരും. അപ്പോൾ ഇതിങ്ങനെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഈ 5 ലെയേഴ്സ് നമുക്ക് കിട്ടുന്ന രീതിയിൽ വേണം എടുക്കാൻ. അപ്പോൾ ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഹണി കേക്കിൻ്റെ ഇത്രയും ഫില്ലായിട്ട് തന്നെ ടിന്നിലില്ല, ഹാഫായിട്ടേ ഉള്ളൂ, ഹാഫ് ഭാഗമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലുള്ള എല്ലാം നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് നമ്മൾ പുറത്ത് കൊടുക്കുകയാണെങ്കിലും അവർ കൊടുക്കുന്ന പോലെ തന്നെ 1500 രൂപ 1 kgക്കും 750 ഗ്രാമിന് 1200 രൂപയും പിന്നെ ഹാഫ് kgക്ക് നമുക്കൊരു 850 രൂപക്കും സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഹാഫ് kgക്ക് 850 അല്ലെങ്കിൽ ഒരു 800-850 കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും. ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യുക കേട്ടോ. അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പിയും വിശേഷങ്ങളും എല്ലാമായിട്ട് നമുക്ക് കാണാം. താങ്ക്